ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നല്ല തേങ്ങാപ്പാലൊക്കെ ഇട്ട് വെച്ച നല്ലൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് വെക്കുന്ന കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത് വെജിറ്റബിൾ കറി ആണെങ്കിലും ശരി, ചിക്കൻ ആണെങ്കിലും മുട്ടയാണെങ്കിലും ഒക്കെ നല്ലൊരു ടേസ്റ്റാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു 50 ഗ്രാം ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വലിയ കിഴങ്ങ്, 2 ബീൻസ്, 2 എരിവുള്ള പച്ചമുളക്, ഒരു ചെറിയ സവോള, ഒരു ചെറിയ തക്കാളി. ഇത്രയും സാധനങ്ങൾ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. കറക്റ്റ് 2 ഗ്ലാസ് തന്നെ ചേർത്താൽ മതിയാകും. നമ്മളിനി ഇതിലേക്ക് തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് വെള്ളമാകും. മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടിച്ച് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ കുക്കറിൽ നിന്ന് ഒരു ചുവട് കട്ടിയുള്ള പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ ഇറച്ചി മസാല കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം അപ്പം തന്നെ ആ തീ അങ്ങ് ഓഫ് ചെയ്യാവുന്നതാണ്. 1-ാം പാലായതുകൊണ്ട് തന്നെ ഒരുപാട് ഇട്ട് തിളപ്പിച്ചാൽ പിരിഞ്ഞു പോകും. അതിനുശേഷം ഒന്ന് കടുക് തളിച്ച് നമുക്ക് എടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നമ്മളൊന്ന് നന്നായിട്ട് കറിയിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കടുകൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ ഇതിരിക്കും തോറും ഒന്നുകൂടെ നല്ലതായിട്ടൊന്ന് കുറുകി കിട്ടും. അപ്പത്തിൻ്റെ, ഇടിയപ്പത്തിൻ്റെ, പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇത് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കണേ.